ചില ഡ്രസ്സ് എന്ന് പറഞ്ഞവർ ഇന്ന് സെപ്റ്റംബർ 8 തീയതിയാണ് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്ന് ജനന തിരുനാൾ ആയതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാമെന്ന് തോന്നുന്നു. അതായത് പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈശോ നമ്മുടെ സ്വന്തം അമ്മയായി നൽകിയ ഒരാളാണ് പരിശുദ്ധ കന്യാമറിയം. കാൽവരിയില് ഈശോ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പുറപ്പെടുന്ന ആ സമയത്ത് യോഹന്നാൻ എന്ന സഭയുടെ പ്രതീകത്തെ നോക്കിയിട്ട് ഈശോ മാതാവിനെ നൽകിക്കൊണ്ട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ പിന്തലമുറക്കാരായ അല്ലെങ്കിൽ സഭയ്ക്ക് മുഴുവനായിട്ടും ഈ അമ്മയെ ഒരു ആത്മീയ മാതാവായിട്ട് നൽകുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധ കന്യാമറിയത്തെ അമ്മയായി സ്വീകരിച്ചുവെങ്കിൽ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ സംരക്ഷിതരാണ്. കാരണം അതാണ്, പിശാചിനെതിരായിട്ടുള്ള പോരാട്ടത്തില് പരിശുദ്ധ അമ്മ നമ്മുടെ ശക്തമായ മധ്യസ്ഥയാണ്, ശക്തമായ ഒരു ആയുധമാണ്. പരിശുദ്ധ അമ്മയെ പിശാചികൾ അത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഈശോ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തില് ഏറ്റവും പേടിക്കുന്ന ഒരു നാമം പരിശുദ്ധ അമ്മയാണ്. നമ്മൾ ഡൊമിനിക്കിന്റെ പുസ്തകത്തിലൂടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അമ്മയുടെ മക്കളായി തീരാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്നിരിക്കുവാനും അമ്മ നമുക്ക് നൽകിയിട്ടുള്ള ആയുധങ്ങളായിട്ടുള്ള ജപമാലയും അതുപോലെ തന്നെ ഒത്തിരിയും ഒക്കെ ധരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര നടത്താനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.